ഓം നമോ ഭഗവതേ വാസുദേവായ. ഏരിയൽ ആന്റന. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. ശ്രീ ചൈതന്യ മഹാപ്രഭു കീ, മഹാദേവ് കീ. ഹരേ കൃഷ്ണ. ഈ സ്ഥലം എത്ര പേർക്ക് ഇഷ്ടമായില്ല? എത്ര പേർക്ക് ഇഷ്ടമായി? എല്ലാവർക്കും ഇഷ്ടമായി. ഓക്കെ. നമ്മൾ കുറച്ച് ബാക്കിൽ പോയതുപോലെ ഇവിടെ ഇത് ഹരിഹര ക്ഷേത്രമാണ്. ഹരിഹര ക്ഷേത്രം വളരെ വളരെ കുറവാണ്. കേരളത്തിലുമുണ്ട് 1-2 ഹരിഹര ക്ഷേത്രങ്ങൾ. അതായത് പകുതി ഹരിയും പകുതി ശിവനും വിഷ്ണുവും ചേർന്നിട്ടുള്ള ഹരിഹര ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു പ്രാചീനമായ ഹരിഹര ക്ഷേത്രമാണ്. ഈ സ്ഥലത്തിനെ മഹാവാരണാസി എന്നാ പറയുക. എത്ര പേര് കാശി പോയിട്ടുണ്ട്? കാശി പോയിട്ടുണ്ട്. ഓക്കെ. കാശി, ബനാറസ്, വാരണാസി എല്ലാം ഒരു സ്ഥലം തന്നെയാണ്. സംസ്കൃത വാക്ക് കാശിയിലിരുന്നാണ് ക്യാഷ് എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ക്യാഷ് എന്ന് പറയില്ലേ, ഈ വാക്ക് വന്നത് ഇതിൽ നിന്നാണ്. കാശി. മലയാളത്തിൽ എന്ത് പറയും? കാശി. അതായത് സംസ്കൃതമാണ് ലോക ഭാഷകളുടെ അമ്മ, മദർ ഓഫ് വേൾഡ് ലാംഗ്വേജ്. അക്ഷ, ഐസ്, കണ്ണായി. നാസിക, നോസായി. ശരീരത്തിൽ ഒരുപാട് ഗ്രന്ഥികളുണ്ട്. ഗ്രന്ഥി എന്ന് വെച്ചാൽ കെട്ട്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ കുറേ ഗ്ലാൻഡ് പറയാറില്ലേ ശരീരത്തിൽ, അല്ലേ? ലോക ഭാഷകളിലെ അമ്മയ്ക്ക് മാ എന്ന ശബ്ദമാണ് വരിക. മലയാളത്തിൽ അമ്മയ്ക്ക് എന്ത് പറയും? അമ്മ. ആരെങ്കിലും അമ്മയെ പേര് വിളിക്കുമോ? ഉണ്ട് ഇല്ലേ? തമിഴിൽ എന്ത് പറയും? അമ്മ. അമ്മ. കന്നഡയിൽ അമ്മ. റഷ്യൻ. ഫുൾ ലോകഭാഷ മുഴുവനും മാ ശബ്ദമാണ്. മദർ, മോം, മാതൃ. സംസ്കൃതത്തിൽ മാതൃ, മാ. മലയാളത്തിൽ അമ്മ, മമ്മി. എല്ലാം എന്താണ്? മാ ശബ്ദം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം വരുന്ന സൗണ്ട് മാ. അത് കണ്ടാണ് കുട്ടിയെടുത്ത് എന്ത് പറയുക? മമ്മം കഴിച്ചോ? എല്ലാം മാ. അതിനും എല്ലാം മാനേ അറിയാവും. ലോകഭാഷകളിലെ വെച്ച് മാ ശബ്ദമാണ്. അതുപോലെ കാശി എന്ന് വെച്ചാൽ തിളങ്ങുന്നത്, ഗോൾഡ്, സ്വർണം എന്നാണ് അർത്ഥം. ജ്വലിക്കുന്നത്. കാശി എന്ന് വെച്ചാൽ ജ്വലിക്കുന്നത്, തിളങ്ങുന്നത് എന്നാണ് അർത്ഥം. അതായത് പണ്ട് കാശിക്ക് പോവുക എന്നൊരു ചൊല്ലുണ്ട്. കുടുംബ പ്രാരാബ്ധങ്ങളും കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞാൽ, പെൺമക്കളുണ്ടെങ്കിൽ വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രായമായി കഴിഞ്ഞാൽ 50 വയസ്സ്, പ്രഹ്ലാദൻ പറഞ്ഞു 50 ആയാൽ കാട്ടിൽ പോകണം, വനം വ്രജേത്, പിന്നെ വീട്ടിൽ ജോലിയില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ആർക്കും 50 കടന്നിട്ടില്ല എന്നാണ്. എല്ലാവരും ബിലോ 50 ആണെന്നാണ് വിചാരിക്കണേ. 40 ആയുള്ളൂ. അത് ശരി. 50 ആയാൽ എങ്ങോട്ട് പോകണം? വനം വ്രജ. എല്ലാം മതി എന്ന് പറയണം. കരിക്ക്, തേങ്ങ, കൊപ്ര, 3 സ്റ്റേജ് ഇല്ലേ? ടെൻഡർ കോക്കനട്ട്, കൊപ്രയ്ക്ക് എന്ത് പറയും?
ഡ്രൈ കോക്കനട്ട്. അപ്പോൾ ഈ കരിക്ക് എത്ര ഇളക്കിയാലും അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഇല്ലേ? തേങ്ങ ഒന്ന് മെനക്കെട്ടാൽ വരും, പക്ഷെ കൊപ്രയോ അകത്ത് ലൂസായിരിക്കും, ആടിക്കൊണ്ടേയിരിക്കും, പറ്റാതെ ഇരിക്കും. അതേപോലെ 50 കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ശരീരത്തിൽ ജീവൻ ഉണ്ടാകണം, പക്ഷേ എവിടെയും അറ്റാച്ച്മെൻറ്റ് പാടില്ല. ഇപ്പം നമ്മളിൽ എത്ര പേരാണ് കൊപ്രയുടെ സ്റ്റേജിൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ? പ്രഭു ആണോ? ആഹാ, പിള്ളപ്രഭു മാത്രമേ ഉള്ളൂ, വേറെ ആരും കൊപ്രയുടെ സ്റ്റേജിലില്ല. കൊപ്രയുടെ സ്റ്റേജിലാണ്. അത് ശരി. തേങ്ങയുടെ സ്റ്റേജിൽ, കരിക്കിൻ്റെ സ്റ്റേജിൽ ഫുൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ കാശി, അന്ന് ആൾക്കാർ കാശിക്ക് പോകും, ആഗ്രഹങ്ങളെല്ലാം മതി, ലൈഫിലെല്ലാം ആയി, ഇനി വേണ്ട, ഒരു സ്റ്റേജ് വരും, മതി എന്ന് പറഞ്ഞിട്ട് കാശി പോകും. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയും ഈ വഴിക്ക് പോവും, തിളങ്ങുന്ന ഒരു ക്ഷേത്രം വരും, അതാണ് കാശി. കാശി എന്ന് വെച്ചാൽ ജ്വലിക്കുന്ന. കാശി അമ്പലം ഒരു കാലത്ത് ഗോപുരം മുഴുവനും സ്വർണ്ണമയമായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എത്ര പേർ കാശി പോയിട്ടുണ്ട്? ഗോൾഡൻ ടവറാണ്, അതിൻ്റെ ഗോപുരമെല്ലാം ഗോൾഡിലാണ്. ഇവിടെ ഏതോ ഒരു പ്രഭു അടുത്ത ആഴ്ച ഉദ്ഘാടനം വെച്ചിട്ടുണ്ടല്ലോ, ഗോൾഡാണോ വീട്? ഇല്ലേ? നമ്മൾ ഇഷ്ടികയും ചുടുകട്ടയും മണ്ണും കമ്പിയൊക്കെ ഉള്ളൂ നമ്മുടെ വീട്. അതൊരു 40-50 വർഷം കഴിഞ്ഞാൽ ചോർച്ച അതൊക്കെ ഉണ്ടാവും. കാശി എന്ന് വെച്ചാൽ ദ ഗ്ലിറ്ററിങ് വൺ, തിളങ്ങുന്ന, ജ്വലിക്കുന്ന. അപ്പം കാശിക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ നടക്കും, ആരും മിസ് ചെയ്യില്ല, കാരണം അവിടെ ജ്വലിക്കും. ആ കാശി എന്ന വാക്കിൽ നിന്നാണ് എന്ത് വന്നത്? ക്യാഷ് എന്ന വാക്ക്. ഒരുപാട് വാക്കുകൾ അങ്ങനെയാണ്. നാവികാ സൈന്യം, അത് ഇന്ന് നേവി. കുറേ വാക്കുകൾ, ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് ഏതൊക്കെ ലോക ഭാഷകളിൽ ഇങ്ങനെ മാറി വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ കാശിയിൽ മഹാദേവൻ, ഒരു മഹാത്മ്യമുണ്ട്, ഒരു ഭയങ്കര അത്ഭുതമാണത്. കാശിയിൽ ആര് ചെന്ന് മരിച്ചാലും ഇടതുവശം ചരിഞ്ഞേ മരിക്കത്തുള്ളൂ. മനുഷ്യരായാലും മൃഗങ്ങൾ, പശു, പക്ഷി, ഏത് ചത്ത് വീണാലും എങ്ങനെ വീഴും? ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞേ വീഴുള്ളൂ. എല്ലാവരും, മനുഷ്യരായാലും മരിച്ചു വീണാൽ ലെഫ്റ്റിൽ വീഴും എല്ലാവരും. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല, ഇങ്ങനെ വീഴാം, ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും വീഴാം. കാശിയിലെല്ലാവരും ലെഫ്റ്റിലേ വീഴുള്ളൂ. എന്തെന്ന് വെച്ചാൽ ശരീരത്തിലിരുന്ന് പ്രാണൻ പോകുന്ന സമയം വിശ്വനാഥനും വിശാലാക്ഷിയും, ആരാ അവര്? ശിവപാർവതി. ഈ വയറ് തരോ? വിശ്വനാഥനും വിശാലാക്ഷിയും ആ വ്യക്തിയുടെ വലത്തെ ചെവിയിൽ വന്നിട്ട് രാമ 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 എന്ന് 3 പ്രാവശ്യം പറയും. അപ്പോൾ പ്രാണൻ പോകുമ്പോൾ രാമ എന്ന് കേട്ടിട്ട് അവർക്ക് മോക്ഷപ്രാപ്തി ഉറപ്പാണ്. നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആരെങ്കിലും മരിച്ചു പോയാൽ റാം നാം സത്യ ഹേ, റാം നാം അങ്ങനെയൊക്കെ പറയും. കേരളത്തിൽ ഒരു പരിപാടിയില്ല. സഖാവ് ഗോവിന്ദൻകുട്ടി അങ്ങനെയൊക്കെയാണ് പറയും, രാമൻ്റെ നാമം. അപ്പോൾ മഹാദേവൻ്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ആത്മാക്കളെല്ലാം ഭഗവാന്റെ ലോകത്ത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ദേവഗണങ്ങളുടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അതായത് ഓരോരുത്തർക്കും ഓരോ സേവനം നിശ്ചയിക്കുന്ന ഒരു മീറ്റിംഗ്. പൈസ ലക്ഷ്മി എടുത്തുകൊണ്ട് പോയി, വിദ്യ ആര് കൊണ്ടുപോയി? സരസ്വതി കൊണ്ടുപോയി, മരുന്ന് അശ്വിനി കുമാരന്മാർ എല്ലാവരും കൊണ്ടുപോയി. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ബാക്കിയുണ്ട്, ഭൂതപ്രേത പിശാചുക്കളെ മേയ്ക്കുന്ന ഒരു ഭൂതഗണങ്ങളെ മേയ്ക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ആർക്കും വേണ്ട. ഒരാൾ ആ സേവനം എടുക്കാൻ മുന്നോട്ട് വന്നില്ല. ആ മീറ്റിങ്ങിൽ മഹാദേവൻ ധ്യാനത്തിലിരിക്കുക. മഹാദേവൻ കണ്ണു അടച്ചിട്ട് ഹൃദയത്തിനകത്ത് ധ്യാനം, അതുകൊണ്ട് പുറത്ത് നടക്കുന്നതൊന്നും അറിയില്ല. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, മഹാദേവൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുമെന്ന്. മഹാദേവൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്താന്ന് പോലും കേട്ടില്ല. എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ്? ഭൂതപ്രേത പിശാചുക്കളെ മേയ്ക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. ഇടത്തോട്ട് വാന്ന് തിരിയാൻ പറഞ്ഞാൽ വലത്തോട്ട് തിരിയും. ഇവരെ മേയ്ക്കാനേ പറയും. അതുകൊണ്ട് മഹാദേവന് ഭൂതപതി, ഗണപതി അങ്ങനെയൊക്കെ പേര്, ഭൂതഗണങ്ങളെ നയിക്കുന്ന ഒരാൾ. അത്ര ഈസി അല്ല ഇവരെ മേയ്ക്കുന്നത്.
പക്ഷെ അതും മഹാദേവൻ അത്ര കൃത്യമായി ചെയ്തു. ഈ ഭൂതഗണങ്ങൾക്ക് മഹാദേവൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പം അതുകൊണ്ട് മഹാദേവനൊരു കുട്ടി അഹങ്കാരം, ഇത് ലീലയാണ്. അങ്ങനെ പിന്നെ മഹാദേവനെ അഹങ്കാരം, അപ്പം നമ്മുടെ കാര്യം പ്രശ്നമല്ല എന്ന് വിചാരിക്കരുത്. ഇത് ലീലകളാണ്, നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി അവർ ലീലകളാടുകയാണ്. മഹാദേവൻ എന്തുണ്ടായേ? ഒരു കുഞ്ഞ് അഹങ്കാരം. നമുക്കുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അഹങ്കാരം ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ സ്വയം കുറ്റം ആരും ഏറ്റെടുക്കില്ല. അത് അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. എങ്ങനെ? കഴിച്ച് വണ്ണം വയ്ക്കും, എന്നിട്ട് പറയും ഉടുപ്പ് ചെറുതായി പോയെന്ന് പറയും. ആരെങ്കിലും പറയോ ഞാൻ വണ്ണം വെച്ചു എന്ന് പറയോ? കുറ്റം ആരുടെയാണ്? ഉടുപ്പ് ചെറുതായി പോയി. അതേപോലെ ഇപ്പോൾ കല്ലോ മുള്ളോ കൊണ്ടാൽ നമ്മൾ എന്ത് പറയും? മുള്ളു കുത്തി. അതായത് ഞാൻ മര്യാദയ്ക്ക് നടക്കുമായിരുന്നു, മുള്ളു ഓടി വന്ന് എന്നെ കുത്തി. മുള്ള് എന്നെ കുത്തി എന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഞാൻ മുള്ളിനെ ചവിട്ടി എന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഏതാ ശരി? പക്ഷെ ആരെങ്കിലും അങ്ങനെ പറയോ? കുറ്റം ആരുടെയാണ്? ഈ അഹങ്കാരമുള്ള ആൾക്കാർ സ്വയം തെറ്റ് ഒരിക്കലും ഏറ്റെടുക്കില്ല. സ്വയം തെറ്റ് ഏറ്റെടുക്കുന്നത് ഒരു വലിയ സ്വഭാവം, ഗുണമാണ്. നമ്മൾ അഥവാ തെറ്റ് ചെയ്താൽ ചെയ്തു എന്ന് പറയുന്നത്. കലികാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരും തെറ്റ് ചെയ്യാൻ മടിക്കില്ല, പക്ഷെ തെറ്റ് മറ്റുള്ളവരെ അറിയാതെ മറയ്ക്കാൻ ശ്രമിക്കും. എന്താ പറയുക, നമ്മൾ തെറ്റ് ചെയ്യാൻ ആരും മടിക്കില്ല, എല്ലാവരും തെറ്റ് ചെയ്യും, വലിയ വലിയ തെറ്റൊക്കെ ചെയ്യും. പക്ഷെ എന്താ ശ്രമിക്കുന്നത്? ആ തെറ്റ് വേറെ ആരും അറിയാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ചെയ്യുന്നതിൽ കുഴപ്പമില്ല, മറ്റവൻ അറിയാൻ പാടില്ല. ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഇനിയൊന്ന് അഹങ്കാരത്തിൻ്റെ ലക്ഷണം കൂട്ടിപ്പറയും. എവിടെ പോയിരുന്നു? ഞങ്ങൾ മായപ്പൂർ പോയി. എത്ര പേര്? ഞങ്ങളൊരു 100-500 പേരുണ്ടായിരുന്നു. ട്രാഫിക്കിൽ ഒരു 10 മിനിറ്റ് കുടുങ്ങി. എന്ത് പറ്റി? 1-1.5 മണിക്കൂർ ട്രാഫിക്കിൽ. എല്ലാം അല്പം കൂട്ടി പറയും. ശരി, ഇപ്പം പറയൂ, നമുക്ക് അഹങ്കാരം ഉണ്ടോ? നല്ല പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഈ ലീലയിൽ മഹാദേവനും ഒരു കുട്ടി അഹങ്കാരം വന്നു. എന്താണ്? എല്ലാം ഞാനാണ് നയിക്കുന്നത് എന്ന്. അത്രയും ചിന്തിച്ചതേ ഉള്ളൂ. മുന്നിൽ സ്വർണ്ണ നിറത്തിലൊരു സ്ത്രീ, സ്വർണത്തിനെ ഉരുക്കി ഒഴിച്ചാൽ ഉള്ള തിളങ്ങുന്ന തേജസ്വി ആ ഒരു നിറത്തിൽ, ലിക്വിഡ് ഗോൾഡിനെ ലിക്വിഡ് ഫോമിൽ കണ്ടിട്ടുണ്ടോ? ദ്രാവകമായിട്ട് വെള്ളമായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആഭരണമായിട്ടേ സ്വർണം കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ സ്വർണത്തിന് ഉരുക്കിയാലും സെൽഫ് എഫൽജൻറ്റ്, അതിന് സ്വയം പ്രകാശിക്കുന്ന ശക്തിയുണ്ട്. അതിന് പിന്നെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. അത് ഉരുക്കി ആയിക്കഴിഞ്ഞാൽ തിളങ്ങും. അങ്ങനെ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് നോക്കുക. ആ നിറത്തിൽ ഒരു സ്ത്രീ വന്നു മഹാദേവൻ്റെ മുമ്പേ പന്ത് കളിക്കുക. കണ്ണുകളെല്ലാം താമര ഇതൾ പോലെ, ചെവി വരെ അതൊരു സൗന്ദര്യം എന്നാണ് പറയണത്. ഏത്? കണ്ണെല്ലാം ഇങ്ങനെ വലുതായിട്ട് ഇതാക്കും. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികൾ എന്ത് ചെയ്യും? പെൻസിൽ വെച്ച് അങ്ങ് നീട്ടി അങ്ങ് വലുതാക്കും. സാധാരണ വലുതാവാത്ത കൊണ്ട് പെൻസിൽ വെച്ച് അങ്ങ് വരച്ച് അങ്ങ് നീട്ടി വലുതാക്കും. മീനാക്ഷി, കമലാക്ഷി അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? പക്ഷേ ഈ ലേഡിക്ക്, ഗോൾഡൻ കളർ ലേഡിക്ക് കണ്ണെല്ലാം ചെവി വരെ നീണ്ട വലിയ കണ്ണുകൾ, കൺപിരിയമെല്ലാം ഇങ്ങനെ മത്സ്യം പോലെ, കണ്ണൊക്കെ അടച്ച അങ്ങനെ ടാക്ക് ടാക്ക് അങ്ങനെയൊക്കെ തുറക്കും. അങ്ങനെ ഒരു സുന്ദരി വന്ന് പന്ത് കളിക്കുക. ആരുടെ ഫ്രണ്ടിൽ? മഹാദേവൻ്റെ ഫ്രണ്ടിൽ. ആത്മനിമഗ്നനായി സർവ്വ ഇന്ദ്രിയങ്ങളും എല്ലാം നിയന്ത്രിച്ച മഹാദേവൻ ആ സുന്ദരിയെ കണ്ടപാട് പതുക്കെ എണീറ്റ് ബാക്കിൽ ഓടാൻ തുടങ്ങി. എന്നിട്ട് ആ കുട്ടി വെറുതെ ഇരുന്നോ? 14 ലോകം ഓടി. ആരെയും വിളിച്ചോണ്ട്? മഹാദേവ്. എല്ലാവരും കണ്ടു. പിന്നെയാണ് മഹാദേവൻ ഓർക്കുന്നത്, എന്ത് മഹാ നാണക്കേടാ എനിക്ക്. അപ്പം ഇല്ല, ഇപ്പം അതാരായിരുന്നു? മോഹിനി മൂർത്തി. ഭഗവാൻ പറഞ്ഞു, മഹാദേവ ഈ ചെറിയ അഹങ്കാരം പാടില്ല. ഭഗവാനാണ് വന്ന് മഹാദേവനെ ഒന്ന് കബളിപ്പിച്ചത്.
അപ്പം മഹാദേവന് ഭയങ്കര ഒരു ഇൻസൾട്ടായി. ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ വിഷമിക്കുകയാണ്, നമ്മൾ സമാധാനിപ്പിക്കാൻ പോകുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്യും? ഇപ്പോൾ ഒരാൾ വല്ലാതെ വിഷമിക്കുന്നു, അപ്പോൾ നമ്മൾ സമാധാനിപ്പിക്കാൻ പോകുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്യും? സാരി കൊടുക്കും, സാരമില്ല എന്ന് പറയും. ശരി, സാരമില്ല എന്ന് പറയും. പിന്നെ വരാനിരുന്നു, അതിപ്പോൾ ഇതോടെ പോയി. ശരി, വാക്കുകൾ വിട്ടോളൂ. പ്രവൃത്തിയിൽ എന്ത് ചെയ്യും? ഒരാൾ പാറ്റ് ചെയ്യും, പിന്നെ കെട്ടിപ്പിടിക്കും. ഇല്ലേ, ചിലർക്കൊക്കെ വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിപ്പിടിക്കും. അങ്ങനെ വിഷ്ണു വന്നിട്ട് മഹാദേവനെ ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്ത ആ രൂപമാണ് ഹരിഹര. ഇപ്പോൾ ഇവിടെ നമ്മൾ പോയി ദർശനം എടുക്കുമ്പോൾ കാണാൻ പറ്റും, ഒരേ വിഗ്രഹം, ഒരു സൈഡ് വൈറ്റ് കളറും ഇനിയൊരു സൈഡ് ഡാർക്ക് കളറും, രണ്ടും ഒരേ ഇതിൽ. അതാണ് ഹരിഹര ക്ഷേത്രം. വിഷമിക്കണ്ട, നിനക്ക് എന്ത്, ഞാനല്ലേ വന്നത്, വേറെ ആരും അല്ലല്ലോ. മഹാദേവൻ്റെ അടുത്ത് പറയാ, ഭഗവാനല്ലേ വന്നത്, അല്ലാതെ ഭൗതിക മായയല്ലല്ലോ നിന്നെ തോൽപ്പിച്ചത്, ഞാനാണ് തോൽപ്പിച്ചത്. വിഷമിക്കണ്ട, അങ്ങ് തീർച്ചയായിട്ടും പഞ്ച ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ച ആളാ, ഭൗതിക ലോകത്തിലുള്ള എല്ലാ വിഷമങ്ങളും അങ്ങ് നിയന്ത്രിച്ച ആളാണ്, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് മഹാദേവനെ ആലിംഗനം ചെയ്തു. അതാണ് ഹരിഹരമൂർത്തി. കേരളത്തിലും ഉണ്ട് 1-2 ഹരിഹര ക്ഷേത്രങ്ങൾ. നാവായിക്കുളമുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. ഹരിഹര ഭഗവാന് കീ. അപ്പോൾ മഹാദേവൻ എന്ത് ചെയ്തു? ഇവിടെ വന്ന് രഹസ്യമായിരുന്ന് തനിക്കും ഒരു തെറ്റ് പറ്റിയല്ലോ എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭുവിനെ ഓർത്ത് ഇത് ചെയ്യാണ്. അതുകൊണ്ട് ഈ സ്ഥലത്തിന് മഹാവാരണാസി എന്ന് പേര്. വാരണാസി എന്ന് പറഞ്ഞാൽ ഇനി ഒരു വരവില്ല, ജനനമരണമില്ല, നാശം. നമ്മുടെ ജനനമരണത്തിനെ നശിപ്പിക്കുന്നതാണ് വാരണാസി. അപ്പം ഈ സ്ഥലത്തിന് മഹാവാരണാസി. എത്ര പേർക്ക് ഒന്നും കൂടെ കേരളത്തിൽ ജനിക്കണം? വേണ്ടേ? ഒരിക്കൽ കൂടെ ജനിച്ച് സ്കൂളിൽ പോയി വേണ്ട. അതേ ഭർത്താവിനെ വിവാഹം കഴിച്ച് ഒട്ടുമേ വേണ്ട. അപ്പോൾ മഹാവാരണാസി ഇവിടെ വന്ന് മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്തില്ല? ഇനിയൊരു ജന്മം, ഇനിയൊരു വരവില്ല. അപ്പം ഇവിടെ മഹാദേവൻ ശാശ്വതമായി ചൈതന്യ മഹാപ്രഭുവിനെ ധ്യാനിച്ച് നൃത്തം ചെയ്യുന്ന സ്ഥലമാണ്. ഹരേ കൃഷ്ണ.